നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഓ മൈ ഗോഡ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥാപനമല്ലേ? കമ്പനിയുടെ ആയുർവേദ ഔഷധങ്ങൾ വിപണി കീഴടക്കിയതുമല്ലേ? ചേച്ചി, ചേച്ചിക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. അന്നത്തെ സാഹചര്യത്തിൽ ചേച്ചിയോട് എനിക്ക് അങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നു. സോറി ചേച്ചി. എന്ത് മോളെ ഇത്? നീ എന്നോട് എന്ത് തെറ്റ് ചെയ്താലും എനിക്ക് നിന്നോട് യാതൊരു പിണക്കവുമില്ല. കാരണം നീ എന്റെ കുഞ്ഞനിയത്തിയല്ലേ ചേച്ചി. മറന്നിട്ടൊന്നുമില്ല എന്റെ ഭീമോളെ. അയ്യോ വേണ്ട വേണ്ട, കെട്ടിപ്പിടുത്ത ഉമ്മ അപ്പൊന്നും വേണ്ട. എന്റെ മേക്കപ്പ് ഒക്കെ നാശാവും. മനസ്സിലായില്ലേ? ഭീമോളാണ് എന്റെ ബ്യൂട്ടീഷ്യൻ, അവളുടെ സെൽഫും. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ബ്യൂട്ടീഷ്യൻ തകർത്തിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. പെണ്ണുകാണൽ ചടങ്ങിന് ചേച്ചി സമ്മതിച്ചെന്ന് എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചേച്ചിക്ക് ഒരു കുടുംബജീവിതം വേണമെന്ന് സ്വയം തീരുമാനിച്ചത് നന്നായി. വിവാഹം നടക്കുവോ ഇല്ലയോ എന്നുള്ള ചിന്തയൊന്നും എന്നെ അലട്ടുന്നില്ല. കുറച്ചു നേരമെങ്കിലും അച്ഛനമ്മമാരുടെ ഉള്ളു തുറന്ന് സന്തോഷിക്കുന്നത് കാണാലോ, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് വിക്രമേട്ടന് വന്നിട്ടുണ്ട്. ചേട്ടന്മാരൊക്കെ അതിരാവിലെ പോയില്ലേ? ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിൽക്കാനാ അച്ഛൻ ഏട്ടനെ ക്ഷണിച്ചിരിക്കുന്നേ. ആ ക്ഷണത്തിന് വില കൽപ്പിച്ച ഏട്ടൻ വന്നിരിക്കുന്നേ. ചേച്ചിയെ സ്വന്തം സഹോദരിയായിട്ടാ ഏട്ടൻ ഇപ്പോഴും കാണുന്നേ. ആ ആത്മാർത്ഥതയിൽ എനിക്കൊട്ടും സംശയമില്ല. ചേച്ചിക്കും അതുണ്ടാവരുത്. ചേച്ചിയുടെ മുഖം കണ്ട ഏട്ടൻ വന്നത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. അതൊന്നുമല്ല വർഷ. വിക്രമിനെ പോലെ തിരക്കുള്ള ഒരാളിനെ എന്തിനു വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? അതൊന്നും സാരമില്ല ചേച്ചി. ഞാനും മാധവനും ഒരുപാട് കാലം സർവീസ് സ്റ്റേഷനിൽ ഒന്നിച്ച് ജോലി ചെയ്തവരാ. ഞങ്ങളുടെ ചങ്ങാത്തം നാട്ടിൽ മുഴുവൻ പ്രസിദ്ധ. പയ്യനെ കുറിച്ച് നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. എങ്കിലും ഒരു ഇടനിലക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ പരിചയപ്പെടുത്താം. ഗൗതം, മിറർ ഓഫ് ഇന്ത്യ എന്ന ഇംഗ്ലീഷ് പത്രത്തിലാണ് ജോലി. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും പത്രത്തിന് എഡിഷനുണ്ട്. 10,000-കണക്കിന് ജീവനക്കാർ പണിയെടുക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പത്രസ്ഥാപനമാണ്. ഹെഡ് ഓഫീസ് ന്യൂഡൽഹി. പത്രത്തിന്റെ കേരള സ്റ്റേറ്റ് ചീഫ് റിപ്പോർട്ടറാണ് ഗൗതം. ഇത് ഗൗതമിന്റെ അമ്മ സുഭദ്രാമ്മ. ഗൗതമിന്റെ അച്ഛൻ മരിച്ചുപോയി. ഒരേ ഒരു മകനായ ഗൗതവും സുഭദ്രാമ്മയും മാത്രമേ ഇപ്പൊ വീട്ടിലുള്ളൂ. ഇനി തന്റെ കുടുംബാംഗങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്ത്. എന്റെ അമ്മയും ഞാനും ഭാര്യയും 5 മക്കളും അടങ്ങുന്നതാണ് എന്റെ കുടുംബം. ഇതെന്റെ അമ്മ സരോജിനി. ആ, ഇതെന്റെ ഭാര്യ ചന്ദ്രിക. ഗൃഹഭരണം തന്നെയാ. ഇതെന്റെ മൂത്ത മകള് വസന്ത. 2 മക്കളോടൊപ്പം ഭർത്താവിന്റെ വീട്ടിലെ താമസം. അതെ, മൂത്ത മോളല്ല, ഇവിടുത്തെ കുട്ടികളുടെ ഒക്കെ അമ്മയാ ഞാൻ.
അത്രയ്ക്ക് നോക്കിയും കണ്ടും കഷ്ടപ്പെട്ടുവാ ഞാൻ ഇവരെയൊക്കെ വളർത്തിയത്. കല്യാണ പെണ്ണായ വന്ദനെ നിലത്ത് വെക്കാനാ ഞാൻ കൊണ്ടു നടന്നിട്ടുള്ളത്. ആ അതൊക്കെ പറയുമ്പോ ആ ഇത് ഏറ്റവും ഇളയ മകള് വർഷ. വർഷയുടെ ഭർത്താവ് വിക്രം. വിക്രമിനെയും ഞങ്ങളുടെ മക്കളുടെ കൂട്ടത്തിലാണ് കൂട്ടിയിരിക്കുന്നത്. എന്റെ സഹോദരിയാണ് വന്ദനേച്ചി. അതുകൊണ്ടാ തിരക്കെല്ലാം മാറ്റിവെച്ച് ഞാൻ ഈ ചടങ്ങിന് സംബന്ധിച്ചത്. ആ ഇത് ഇളയ മകന്റെ ഭാര്യ ഹരിത. ആ ഹരിത മുൻ MLA കരുണാകരക്കുറുപ്പിന്റെ മകളാ. ഓ ആ അമ്മ എന്താ നോക്കുന്നേ? പെൺകുട്ടിക്ക് 2 സഹോദരന്മാരുണ്ടെന്ന് പറഞ്ഞിട്ട് അവരൊന്നും കാണുന്നില്ലല്ലോ. ആ അവരൊക്കെ പോയി. അല്ല അത് ബിസിനസ് കാര്യമായിട്ട് രണ്ടുപേരും രാവിലെ പോയതാ. മുൻകൂട്ടി നിശ്ചയിച്ച കാര്യമായതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റിയില്ല. ആ ചടങ്ങ് തീരുന്നതിന് മുമ്പ് അവരെത്താൻ സാധ്യതയുണ്ട്. പറയാൻ മറന്നുപോയതാ. ഓ നിങ്ങൾക്ക് കാണേണ്ടത് 2 സഹോദരന്മാരെയല്ലേ? ഒരാളെ കണ്ടല്ലോ, വിക്രം. മറ്റേ ആള് ദാ നിൽക്കുന്നു. എടുത്തു വളർത്തിയതാ. ഗൗതം വിക്രമിനെ കുറച്ചുകൂടെ വിശദമായി പരിചയപ്പെടേണ്ടതുണ്ട്. വിക്രം ഗ്രൂപ്പ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ MD ആണ് വിക്രം. ഓ ഓ മൈ ഗോഡ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥാപനമല്ലേ? കമ്പനിയുടെ ആയുർവേദ ഔഷധങ്ങൾ വിപണി കീഴടക്കിയതുമല്ലേ? മിറർ ഓഫ് ഇന്ത്യ പത്രത്തെക്കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. ഓ അതിന്റെ സ്റ്റേറ്റ് ചീഫ് റിപ്പോർട്ടറായ ഗൗതമിനെ കുറിച്ചും എനിക്കറിയാം. സന്തോഷം. ആ അത് പറയാൻ മറന്നുപോയി. ഗൗതം ഇപ്പോ ഒരു അന്വേഷണാത്മകമായ സ്റ്റോറി ചെയ്യുകയാണ്. ഓ അടുത്ത ആഴ്ച മുതൽ വന്നു തുടങ്ങും. ആയുർവേദ ഔഷധങ്ങളിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യം, അതാണ് സബ്ജക്റ്റ്. അതിന് വിക്രമിന്റെ ചില വിലപ്പെട്ട നിർദ്ദേശങ്ങൾ എനിക്ക് ആവശ്യമായി വരും. അതിനെന്താ, നമ്മളിനി ക്ലോസ് റിലേറ്റീവ്സ് ആവാൻ പോവുമല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.